പുനരധിവാസ പട്ടികയിൽ ഇനിയും ഒട്ടേറെ പേർ ഉൾപ്പെടാനുണ്ടെന്ന് ദുരന്തബാധിതർ പറയുന്നു. കരട് പട്ടിക മാത്രമാണ് സർക്കാർ പറയുമ്പോഴും അതിൽ പോലും വ്യക്തത ഇല്ലെന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. ദുരന്തത്തിനു ശേഷം കേന്ദ്ര കേരള സർക്കാരുകളുടെ അവഗണന ഏറ്റുവാങ്ങുന്ന ദുരന്തബാധിതർക്ക് ഇത് മറ്റൊരു ഇടിത്തിയാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ കരട് പട്ടിക അംഗീകരിക്കില്ലെന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. പട്ടികയിൽ ഇനിയും ഒട്ടേറെ പേർ ഉൾപ്പെടാനുണ്ടെന്ന് നാട്ടുകാർ പ്രതിഷേധത്തിനിടയിൽ എടുത്തു പറഞ്ഞു. ആക്ഷൻ കമ്മിറ്റി മേപ്പാടിയിൽ പ്രതിഷേധിക്കുകയായിരുന്നു. 388 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് പുനരധിവാസ കരട് പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത്. പട്ടികയിൽ 10, 11, 12 വാർഡുകളിലെ നിരവധി കുടുംബങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 500-ലധികം കുടുംബങ്ങളുടെ വീട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതിൽ 120 പേർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ 15 ദിവസത്തെ ഇടവേളയുണ്ടെന്നും പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ഇക്കാര്യം പരാതിപ്പെടാമെന്നും അധികൃതർ പറയുന്നുണ്ട്. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളെയും വാടക വീടുകളിലോ പാടികളിലോ താമസിച്ചിരുന്ന മറ്റെവിടെയും വീടില്ലാത്ത ദുരന്തബാധിതരുമാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയത്. ഇതേസമയം കേരള സർക്കാർ പറയുന്നത് കേന്ദ്ര സഹായം എത്രയും പെട്ടെന്ന് ലഭിക്കാതെ നിവൃത്തിയില്ല എന്നാണ്. സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ ശേഷിക്കുന്നത് 181 കോടി രൂപ മാത്രമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 120 കോടി രൂപ ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ ഇളവ് നൽകണമെന്നാണ് കേരള സർക്കാരിന്റെ ആവശ്യം. വയനാടിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ ഇളവ് ചെയ്തുകൂടെ എന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതിയും ചോദിച്ചു. ദുരന്ത നിവാരണ ഫണ്ടിന്റെ പൂർണ്ണമായ കണക്ക് കോടതി മുമ്പാകെ സർക്കാർ ഹാജരാക്കി. 700 കോടി രൂപയാണ് SDRF-ലുള്ളത്. എന്നാൽ അതിൽ 181 കോടി രൂപ മാത്രമാണ് ചെലവഴിക്കാൻ കഴിയും. ബാക്കിയുള്ള തുക മറ്റാവശ്യങ്ങൾക്കായി നീക്കിവെച്ചിരിക്കുന്നതാണ്. 181 കോടി വയനാടിന് വേണ്ടി അടിയന്തരമായി ചെലവഴിക്കാൻ കേന്ദ്ര മാനദണ്ഡങ്ങളിൽ ചില ഇളവുകൾ വേണ്ടിവരും. അതിലുള്ള ശ്രമമാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. ഇരു സർക്കാരുകളും വയനാട് ദുരന്ത ബാധിതരെ അവഗണിക്കുകയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ജീവിക്കാനുള്ള ഞങ്ങളുടെ അവകാശങ്ങളാണ് രാഷ്ട്രീയ പകപോക്കലിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നത്. ഈ കൊണ്ടുവന്ന കരട് ഞങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്? ഈ ലിസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ദുരന്തമുഖത്തെ ദുരിതബാധിതർ പറയുന്നു. എന്നാൽ BJP ഇരട്ട നിലപാടിൽ നിന്നുകൊണ്ട് ദുരന്ത ബാധിതർക്ക് വേണ്ടി വാദിക്കുന്ന നാടകമാണ് കാണുന്നത്. കൃഷിഭൂമി, പുനരധിവാസത്തിനുള്ള ഭൂമി, പരിസ്ഥിതി ആഘാത പഠനം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന മാസ്റ്റർ പ്ലാൻ സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറണമെന്ന് BJP ആവശ്യപ്പെട്ടു. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വാഗ്ദാനം നൽകിയ വിവിധ സന്നദ്ധ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ച തുകയും അതിൽ എത്ര ചിലവാക്കിയെന്നും വെളിപ്പെടുത്തണം. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച ദുരന്ത പ്രതികരണ നിധി SDRF ഫണ്ട് ചിലവാക്കിയോ എന്ന് വ്യക്തമാക്കണം. സംസ്ഥാന സർക്കാർ ധവളപത്രം പുറപ്പെടുവിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു BJP. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 1 ഇഞ്ച് പോലും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല എന്ന് അവർ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ കടബാധ്യതകൾ തീർക്കാനായി കള്ളക്കണക്കുകൾ അവതരിപ്പിക്കുകയാണ് എന്നു കൃഷ്ണദാസ് ഊന്നിപ്പറഞ്ഞു. BJPയും CPM-ഉം തമ്മിലുള്ള രാഷ്ട്രീയ വൈരം പാവം ദുരിതബാധിതരുടെ സ്വപ്നങ്ങളാണ് തകർക്കുന്നത്. ഒരു രീതിയിലും നീതിയുക്തമായ ഒരു ഇടപെടൽ ഇരു സർക്കാരുകളിൽ നിന്നും ഉണ്ടാകുന്നില്ല. അന്ന് പാതിരാത്രിയിൽ സംഭവിച്ച മലവെള്ളപ്പാച്ചിലിനേക്കാൾ ദുരന്തമാണ് ഇത്. തങ്ങൾ കിടന്ന മണ്ണും തങ്ങളുടെ ഉറ്റവരും ഒലിച്ചുപോയിട്ടും നിരാശയിൽ നിന്നും ഞങ്ങൾ ഉയർന്നു വന്നത് എൻ്റെ നാട് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയാണ്. ഞങ്ങളുടെ സർക്കാരുകൾ ഞങ്ങൾക്ക് തണലേകുമെന്ന് കരുതിയാണ്. പക്ഷേ ഞങ്ങളുടെ സർക്കാരുകൾ ഞങ്ങളെ ദ്രോഹിക്കുകയാണ്. ഞങ്ങളിനി ആരോട് പറയും? ഞങ്ങളുടെ ഈ രോധനം ആര് കേൾക്കും? ദുരിതബാധിതർ നിലവിളിക്കുകയാണ്. മാസങ്ങളായി ഞങ്ങൾ അലയുകയാണ്. സർക്കാരുകൾ വൈരം അവസാനിപ്പിച്ച് ഞങ്ങളെ ജീവിക്കാനായി അനുവദിക്കണം. ദുരന്ത സമയത്ത് മുതലക്കണ്ണീരൊഴുക്കിയ നേതാക്കൾ ഇപ്പോഴെന്തിനാണ് വിലപേശുന്നത്? ഇലക്ഷൻ വന്നപ്പോഴും വാഗ്ദാനങ്ങളുമായി ഓടി വന്നവർ ഇപ്പോൾ എവിടെ? ദുരന്തബാധിതരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സർക്കാർ പകച്ചു നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.